ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ് ക്യാരറ്റ് കേക്കാണ്. അപ്പോൾ ഈ ഡേറ്റ് ക്യാരറ്റ് കേക്ക് വളരെ ടേസ്റ്റിയും അതുപോലെ സിമ്പിളും ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് അരക്കപ്പ് പഞ്ചസാര കാരാമലൈസ് ചെയ്ത് അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ പട്ട പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നല്ലതാണ്. നല്ല കേക്കിന് സോഫ്റ്റ്നെസ് കിട്ടും. ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ചെറുതായി മുറിച്ച ഡേറ്റ്സും 1/2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള പൊടിയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കാരാമൽ ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കാരാമലിൻ്റെ കളറായിരിക്കും നമ്മളുടെ കേക്കിന് കിട്ടുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ്ചറും കൂടി കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഡേറ്റ്സും ക്യാരറ്റ്സും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് തടവി കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ 30 to 35 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക.